ഇന്ന് നമുക്ക് പാൻ കാർഡിനെ കുറിച്ച് സംസാരിക്കാം. യഥാർത്ഥത്തിൽ എന്തിനാണ് പാൻ കാർഡ്, ആരൊക്കെയാണ് പാൻ കാർഡ് എടുക്കേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ്. ഒരു വ്യക്തിയോ സ്ഥാപനമോ നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും ബന്ധിപ്പിക്കുന്നതിനാൽ വ്യക്തികളും സ്ഥാപനങ്ങളും ചെയ്യുന്ന നികുതി വെട്ടിപ്പ് തടയുന്നതിനും പാൻ കാർഡ് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. പിന്നെ സാധാരണക്കാരായ കുറേ ആളുകളുടെ ഒരു വിചാരമുണ്ട്, പാൻ കാർഡ് എടുക്കുന്നവരെല്ലാം ഇൻകം ടാക്സ് അടയ്ക്കണം എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഒരു നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുമാനമുള്ളവർ മാത്രം ഇൻകം ടാക്സ് അടച്ചാൽ മതി. അല്ലാതെ പാൻ കാർഡ് എടുക്കുന്നവരെല്ലാം ഇൻകം ടാക്സ് അടയ്ക്കണ്ട. ഒരു വ്യക്തിയുടെ പേരിലോ സ്ഥാപനത്തിൻ്റെ പേരിലോ കുട്ടികളുടെ പേരിലോ ഒക്കെ പാൻ കാർഡ് എടുക്കാം. രാജ്യത്തെ 19ഓളം ഇടപാടുകൾക്ക് ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ. അത് ഒരു നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുമാനമുള്ളവർ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നമുക്കിപ്പോൾ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ എവിടെയെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 50,000 രൂപയിൽ കൂടുതൽ വിലയുള്ള മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ബാങ്കിലോ ധനകാര്യ സ്ഥാപനത്തിലോ ഡെബിറ്റ് കാർഡിനോ ക്രെഡിറ്റ് കാർഡിനോ അപേക്ഷ വയ്ക്കാനായിട്ടും പാൻ കാർഡ് ആവശ്യമുണ്ട്. 5 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആഭരണങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ അവരവിടെ പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഓഹരി വിപണിയിൽ 50,000 രൂപയിൽ മുകളിലുള്ള നിക്ഷേപങ്ങൾ നടത്താനൊക്കെ പാൻ കാർഡ് ആവശ്യമായിട്ടുണ്ട്. കൂടാതെ പാൻ കാർഡ് ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് പാസ്പോർട്ട്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് മുതലായ വിവിധ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷയിൽ നമുക്കൊരു തിരിച്ചറിയൽ രേഖയായിട്ടും പാൻ കാർഡ് ഉപയോഗിക്കാം. ജനനതീയതി തെളിയിക്കുന്ന ഒരു രേഖയായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇന്ത്യയിൽ വസ്തു വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ പാൻ കാർഡ് ആവശ്യമാണ്. വിദ്യാഭ്യാസ വായ്പകൾ മുതൽ വ്യക്തിഗത വായ്പകൾ വരെ ഏതുതരം വായ്പയ്ക്കും ധനകാര്യ സ്ഥാപനങ്ങളോ അതായത് ബാങ്കുകളോ ഒക്കെ ഇപ്പോൾ പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. 50,000 രൂപയിൽ കൂടുതലുള്ള സ്ഥിര നിക്ഷേപമോ ക്യാഷ് ഡെപ്പോസിറ്റുകളോ ഇൻഷുറൻസ് പേയ്മെൻറ്റുകളോ അങ്ങനെ എന്ത് വന്നാലും പാൻ കാർഡ് ഇപ്പോൾ ആവശ്യമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നമുക്ക് വരികയാണെങ്കിൽ പാൻ കാർഡ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പാൻ കാർഡ് ഇല്ലാത്തവർ അത് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ പാൻ കാർഡ് എടുക്കാനും വളരെ എളുപ്പമാണ്. ആധാർ കാർഡും 2 ഫോട്ടോയും കൊണ്ട് അടുത്തുള്ള CAC അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററിൽ ചെന്നാൽ നിങ്ങൾക്ക് പാൻ കാർഡിനുള്ള അപേക്ഷ വയ്ക്കാം. ഇനി ആധാറും മൊബൈലും ലിങ്ക് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോട്ടോ ഇല്ലെങ്കിലും പാൻ കാർഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ആധാറിലെ ഫോട്ടോ തന്നെ പാൻ കാർഡിലും വരുമെന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആധാർ കാർഡിലെ പോലെ തന്നെയാണ് പേര്, ജനനത്തീയതി മുതലായ കാര്യങ്ങൾ പാൻ കാർഡിൽ വരുന്നത്. അതുകൊണ്ട് പുതിയ പാൻ കാർഡ് എടുക്കാൻ പോകുന്നവർ ആധാറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിയതിന് ശേഷം മാത്രം പുതിയ പാൻ കാർഡിന് അപേക്ഷ വയ്ക്കുക. അപ്പോൾ ആവശ്യം വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. പാൻ കാർഡ് ഇല്ലാത്തവർ ഇപ്പോൾ തന്നെ എടുത്തു വെച്ചോളൂ.